ഹായ് ഫ്രണ്ട്സ്, ഈ മീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ലേപ്പ് മച്ചിയാണ് കേട്ടോ. ലേപ്പ് മീൻ. ഇത് നമ്മുടെ നാട്ടിലെ മാന്തിളിർ എന്നെന്തോ പറയും കേട്ടോ. ഇത് മിക്കവർക്കും ഇത് ക്ലീൻ ചെയ്യാനുള്ള രീതി അറിയത്തില്ല. അപ്പോൾ ഞാൻ അത് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ തലയിൽ അവിടെ നിന്ന് ഇങ്ങനെ നല്ല ഫ്രഷ് മീനാണെങ്കിൽ പൊടിയാതെ നല്ല രീതിയിൽ അതിൻ്റെ തോലുരിഞ്ഞ് വരും. ഫ്രഷ് മീനാണെങ്കിൽ രണ്ട് സൈഡും ഇങ്ങനെ ഈ തലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ പിടിച്ച്, ഇത് ഫ്രഷാണ് കേട്ടോ ഈ മീൻ. ഇത് ഇങ്ങനെ നന്നായിട്ട് വലിച്ച് ഇങ്ങനെ എടുക്കണം. എന്താ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ തലയുണ്ട്. തല നമുക്ക് വേണ്ട, തലയുടെ ആവശ്യമില്ല. അപ്പോൾ തല നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ വാലും കട്ട് ചെയ്ത് കളയാം. ഈ തലയും വാലും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇത് നോക്കിയേ, നല്ല മീനുണ്ടോ. അതിൻ്റെ കുടലാണ് കേട്ടോ. ഇത് അതിനെ നമുക്ക് എടുത്ത് കളയാം. കുടലിങ്ങനെ എടുത്ത് കളയണം. കളഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യണമെങ്കിൽ രണ്ടായിട്ട് മുറിച്ചിട്ട് ഫ്രൈ ചെയ്യാം. നമുക്ക് കറി വെക്കാനാണ് കേട്ടോ. നല്ല ഫ്രഷ് മീൻ, അതുകൊണ്ട് കറി വെക്കാനാണ്. അപ്പോൾ ഞാൻ ഇതാ മൂന്നായിട്ട് അറുത്തിട്ടു. അപ്പോൾ ഞാനൊന്നും കൂടെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഈ തലയുടെ അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കണം. ഇങ്ങനെ നല്ല ഫ്രഷ് മീനെങ്കിൽ മാത്രമേ ഇങ്ങനെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് വരത്തുള്ളൂ. അതുപോലെ ഇപ്പുറത്തെ സൈഡും ഇങ്ങനെ തലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കണം. തരാം കൊച്ചേ. എൻ്റെ ഒരു പൂച്ചയില്ലേ, എൻ്റെ ഒരു പൂച്ചക്കുട്ടി അവിടെ ഈ മീനിൻ്റെ തലയ്ക്ക് വേണ്ടി കിടന്ന് കരഞ്ഞു പിടിക്കുന്നതാണ്. ഇങ്ങനെ വലിച്ചെടുത്ത് രണ്ട് സൈഡും വലിച്ചെടുത്തു. ഇത്തിരി മുകളിൽ നിന്നായിപ്പോയി. നല്ലതായിട്ട് വലിച്ചെടുത്തു. പിന്നെ ഈ വാല് നമുക്ക് വേണ്ട. വാല് കട്ട് ചെയ്യണം. പിന്നെ ഈ തല നമുക്ക് വേണ്ട. തലയും കട്ട് ചെയ്തെടുത്തു. പിന്നെ അതിൻ്റെ കുടൽ ഇവിടെ ഉണ്ട്. കുടൽ നമ്മൾ പിച്ചിയെടുത്ത് കളഞ്ഞു. അപ്പോൾ ഇത് നല്ലൊരു മീനാണ് കേട്ടോ. നല്ല മീനെന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് മീനൊക്കെ വച്ച അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ മരിച്ചിനീരുടെ കൂടെയൊക്കെ കഴിക്കാനേ അടിപൊളി. ഇതുപോലെ കട്ട് ചെയ്ത് ഇതുപോലെ കൂട്ടാൻ വയ്ക്കാൻ വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.